അസ്സലാമു അലൈക്കും. ആ പേജിൻ്റെ ആദ്യ ഭാഗം മുതൽ ഒരു തുടങ്ങാം. 62-63 ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره واتخذ سبيله في البحر عجبا. 64-ാമത്തെ ആയത്താണ്. قال ذلك ما كنا نبغ. എല്ലാവരും അതാ. قال ذلك ما كنا نبغ فارتدا على آثارهما قصصا. ഓക്കെ. ഖാല ഖാഫ് ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, മുകളിലേക്ക് ഉയരേണ്ട ഹെവി ആയിട്ടുള്ള ലെറ്ററാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അലിഫ് വരുമ്പോഴും ആ അലിഫിനും ആ ഒരു ഹെവിനെസ് ഉണ്ടാകും. ഖാല ദാലിക മാ കുന്നാ നബ്ഗ്. നൂനിന് ഷദ് മണിക്കാനുണ്ട്. ശേഷം അലിഫ് സാധാരണ നോർമൽ അലിഫാണ്, മദ് അസ്ലിയാണ്. നബ്ഗ് ബാഇന് സുക്കൂൻ വന്നാൽ എന്താ നിയമം? കൽക്കലുണ്ട് അല്ലേ? കൽക്കൽ നബ് ബ് എന്നുള്ളത് വ്യക്തമായിട്ട് കേൾക്കണം. പിന്നെ ഗൈനിന് സുക്കൂന് കൊടുത്ത് നിർത്താണ്, ഗാഇന് സുക്കൂന് കൊടുത്ത് നിർത്താണ്. നബ്ഗ് ഖാല ദാലിക മാ കുന്നാ നബ്ഗ്. ഓക്കെ. നിർത്തുകയാണെങ്കിൽ അവിടെ നിർത്താനുള്ള ജീം ഉണ്ടല്ലേ, ജായിസാണ്, ജവാസിൽ വഖഫ്, അവിടെ നിർത്താം. فارتدا على آثارهما قصصا. فارتدا റാ പറയുമ്പോൾ വേണം തഫ്ഖീമാണ്. ഫർത്ത ആവരുത്, പരന്ന് പോകരുത്. ഫർതദ്ദ അല. അവിടെ ഒരു മദ് ഉണ്ട് അല്ലേ? ആ മദ്ദിൻ്റെ പേരെന്തായിരുന്നു? മദ് മുൻഫസിൽ. മദ് മുൻഫസിൽ. അല എന്നുള്ള വാക്കിൽ അലിഫ് വന്നു, ആസാർ എന്നുള്ള അടുത്ത വാക്കിൽ ഹംസയും വന്നു. അങ്ങനെ രണ്ട് വാക്കുകളിലായിട്ട് വരുമ്പോൾ മദ്ദു മുൻഫസിൽ. അല ആസാരി, അവിടെയൊക്കെ മദ്ദു അസ്ലികളുണ്ട്. ആ സ രിഹിമ ക സ സ. ആ മൂന്ന് അക്ഷരങ്ങളും ഖാഫ് സാദ് സാദ് ഇതൊക്കെ ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. ക സ സ ഹെവി ആയിട്ട് ഉച്ചരിക്കണം. ക സ സ. فارتدا على آثارهما قصصا. ഓക്കെ. അവിടെ നബ്ഗ് എന്നുള്ളത് നിർത്തി ഓതാണെങ്കിൽ സുക്കൂന് കൊടുക്കുക, അല്ലെങ്കിൽ കെസർ കൊടുത്തിട്ട് قال ذلك ما كنا نبغي فارتدا على آثارهما قصصا. അങ്ങനെ ഓതാം, രണ്ട് രൂപത്തിലും ഓതാം. ഓക്കെ. ഓരോരുത്തരും ഓതാം. ഇനി തുടങ്ങിക്കോ.
അല്ല അലിഫ് അവിടെ മദ് അസ്ലി ഉണ്ട്. ഫർതദ്ദ അല. ശരി. ഫർതദ് ഫർ 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 അല്ല ഫർതദ്ദ ഫർ ആ അത്ര നീട്ടാൻ പറ്റൂല, മദ് അസ്ലിയാണ്. ഫർതദ്ദ അല. ഓക്കെ. قال ذلك ما كنا نبغ فارتدا على آثارهما قصصا. قال ذلك ما كنا نبغ فارتدا على آثارهما قصصا. ഫർതദ്ദ അല രണ്ടും ഒരേപോലെ നീട്ടിയത്. മദ് 4-5 ഹർക്കത്താണ് നീട്ടുന്നത്. കുറച്ചും കൂടെ നീട്ടാടുന്നു. ഫർതദ്ദ അല ഫർത റായിന് തഫ്ഖീം എടുക്കുമ്പോൾ ഫർതദ്ദ. റാഇൻ്റെ ആ എഫക്റ്റ് താഇനുണ്ടായത്. ഫർതദ്ദ അല ആസാരിഹിമാ ഖസസ. ആ രി എന്ന് പറഞ്ഞപ്പോൾ റായിന് കെസ്ർ വന്നപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓതുന്നത്? അത് രി എന്ന് പറയുന്നത് അല്ലേ? അതിൻ്റെ എന്താ നിയമം, പേരെന്തായിരുന്നു? ലഘുവാക്കി ഓതുക. അതിൻ്റെ അറബി ടേം ഓർമ്മ ഉണ്ടോ? തജ്വീദ് നിയമം ഓർമ്മ ഉണ്ടോ? ലഘുവാക്കി ഓതുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉപയോഗം. അറബിയിലെ തഫ്ഖീമും തെർക്കീഖും പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ലഘുവാക്കുക എന്നുള്ളതിനാണ് തെർക്കീഖ് എന്നാൽ ലഘുവാക്കുക എന്നുള്ളതിനാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ആയത്ത് നോക്കാം. فوجدا عبدا من عبادنا آتيناه رحمة من عندنا. എല്ലാവരും അതാ. فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. ഫവജദ എന്നുണ്ട്. ഫവജദ അല്ല, അലിഫുണ്ട്. ഫവജദ
ശരിക്ക് രണ്ട് പേരുണ്ട് അവിടെ അല്ലേ? മൂസാ നബി ഉണ്ട്, അതുപോലെ കൂടെ ഒരു അല്ല ഖിദറല്ല, ഖിദറിനെ കാണാൻ പോവാണ്. അവർ ഒരു എന്താ സഹായം കൂടെ ഉണ്ട്, ഒരു ഖാദിമായിട്ടൊരാൾ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അലിഫുകൾ ഇങ്ങനെ വരുന്നത്. അലിഫ് സൂചിപ്പിക്കേണ്ടത് രണ്ട് പേര് എന്നുള്ള അർത്ഥത്തിലാണ്. ഫവജദ അവർ രണ്ടുപേരും കണ്ടു. അതുപോലെ തുടക്കത്തിലൊക്കെ ഫലമ്മ ജാവസ, അതൊക്കെ രണ്ട് പേരുണ്ടായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഫവജദ അബദൻ അല്ല, ഫവജദ അബദൻ, രണ്ട് പേര് എന്നുള്ള അർത്ഥത്തിൽ. തബ്ബത്ത് യദാ അബി ലഹബിൻ, അബു ലഹബിൻ്റെ ഇരു കൈകൾ നശിക്കട്ടെ എന്നുള്ളതല്ലേ. അപ്പോൾ യദാനി എന്നുള്ള രൂപത്തിൽ ഫവജദ അബ്ദൻ. ഫവജദ അബ്ദൻ, ബായിന് സുക്കൂന്, അബ്ദൻ എന്നല്ല, അബ്ദു എന്നല്ല, അബ്ദ്. ഫവജദ അബ്ദൻ മിൻ, തൻവീന് ശേഷം മീം വന്നു. എന്തായിരുന്നു തൻവീന് ശേഷം മീം വന്നാൽ നിയമം എന്താ? ഇഖ്ഫാല, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം. അബ്ദൻ മിൻ ഇബാദിന, നൂനിന് സുക്കൂന് വന്നു, ഇൽഹാർ അല്ലേ, സുക്കൂൻ അവിടെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഇൽഹാറാണ്. നൂനിന് സുക്കൂന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ സംശയം വേണ്ട, അത് ഇൽഹാറാണ്. അപ്പോൾ നൂന് വ്യക്തമായിട്ട് മിൻ ഇബാദിന, മിൻ എന്ന് ക്ലിയർ ആക്കിയിട്ട് പറയാം. ഇബാദിന, വീണ്ടും മദ് വന്നു. ഏതാ മദ്? മദ് മുൻഫസിൽ തന്നെ. ഇബാദിന എന്നുള്ള വാക്കിൽ നൂനിന് അലിഫ് വന്നു. അടുത്ത വാക്കിലാണ് ഹംസ വന്നത്, ആതൈനാഹു എന്നുള്ളത്. റഹ്മതം മിൻ, വീണ്ടും റഹ്മതം, ഇദ്ഗാം ബിഗുന്ന, സെയിം നിയമം തന്നെ, തൻവീന് ശേഷം മീം. വീണ്ടും മിൻ ഇൻദിന, മിൻ നൂനിന് സുക്കൂൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതെന്തായാലും ഇൽഹാറാണ്, വ്യക്തമാക്കിയിട്ട് മണിക്കാതെ ഓതാം. ഇൻദിന ഇഖ്ഫാ, ഇൽഹാറിൻ്റെ നേരെ ഓപ്പോസിറ്റ്. മിൻ എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നൂനിനെ ക്ലിയർ ആക്കാതെ, അണ്ണാക്കിൽ നാവ് മുട്ടിക്കാതെ മണിച്ച് ഓതുക. മിൻ ഇൻദിന വഅല്ലംനാഹു മിൻ ലദുന്ന ഇൽമ, അവിടെ മിൻ ലദുന്ന, നൂനിന് എന്താ ചെയ്യേണ്ടത്? ഇദ്ഗാം ബിലാഗുന്ന, നൂനിനെ കാണൂല, മില്ല, മീ കഴിഞ്ഞ് ഉടനെ ലാമ പറയേണ്ടത് അല്ലേ. നൂന് തികച്ചും ലാമിലേക്ക് ലയിപ്പിച്ചു, മണിക്കാനില്ല. ആ നൂനിന് എന്താ ഉച്ചാരണം തീരെ കേൾക്കൂല. മില്ല, മില്ലദുന്ന ഇൽമ. ഓക്കെ, നൂനിന് ഷദ്ദ് വന്ന് മണിക്കാനുണ്ട്. ഇൽമ എന്നുള്ളത് ഓവറായിട്ട് നീട്ടാതെ നോക്കുക കേട്ടോ. എല്ലാ ആയത്തുകളും മദ്ദു ഇവദ് ആണ്, മദ്ദു ഇവദാണ്. അത് അവസാനത്തിൽ ഓവറായിട്ട് നീട്ടാനില്ല. മദ്ദു അസ്ലിയിൽപ്പെട്ട ഒരു മദ്ദാണ് മദ്ദു ഇവദ്. ഇൽമ, അതിന് അപ്പുറത്തേക്ക് പോകരുത്. മില്ലദുന്ന എന്ന് നീട്ടിയ അതുപോലെ തന്നെ ഇൽമ, രണ്ടും ഒരേപോലെ. മില്ലദുന്ന ഇൽമ, രണ്ടും ഒരേ അളവിലായിരിക്കണം. അത്ര നോർമൽ അലിഫാണത്, നോർമൽ മദ്ദാണ്. فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. ഇതിൽ ഐന് ഹ ഒക്കെ പറയുമ്പോൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫവജദ അബ്ദൻ റഹ്മതൻ, ഹഇനൊക്കെ സുക്കൂൻ വരുമ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു, കാറ്റ് പുറത്തേക്ക് വിടുന്ന അക്ഷരങ്ങൾ പെട്ടതാണ് ഫ, ഹ ഒക്കെ പ്രധാനമായിട്ടും. അപ്പോൾ അതിൽ ഹഇനൊക്കെ സുക്കൂൻ വരുമ്പോൾ പ്രത്യേകിച്ച് കേൾക്കും. റഹ്മതൻ, കാറ്റ് പുറത്തേക്ക് വരുമ്പോൾ അത് ക്ലിയർ ആവുള്ളൂ. റഹ്മതൻ മിൻ, ക്ലിയർ ആയിട്ട് കേൾക്കും അക്ഷരം. റഹ്മതൻ മിൻ ഇൻദിന ആണ് നിർത്തുക. അല്ലംനാഹു മിൻ ലദുന്ന ഇൽമ, പിന്നെ കൂട്ടിയോടെ ആവശ്യമില്ല. ശരി, നിങ്ങൾ ഓതിക്കോളി.
റ എന്നുള്ളത് റഹ്മതം ഇന്ദീന ഇഖ്ഫ മണിക്കാണ് വഅല്ലംനാഹു എന്നുള്ളത് റഹ്മത്തൻ അങ്ങനെ വരുന്നുണ്ട്, അങ്ങനെ വേണ്ട. ആ മില്ലദുൻ എന്ന് പറയാം. ഓക്കെ. من لدنا ഫ പറയുമ്പോൾ ഹ പറയുമ്പോൾ കാറ്റ് ഫവജദ ഫ ആ കാറ്റ് പുറത്ത് വരണം. സൗണ്ട് നല്ല ബാസ് ആയിക്കണല്ലോ. ഉഷാറായിക്കണം. ഓത്ത് കേൾക്കാൻ കുറച്ചും കൂടെ ഒരു ഗാംഭീര്യത ഉണ്ട്. ആ നിങ്ങളതിക്കൂടെ فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. عب على عب عبدا അയിന് ഒന്നുകൂടെ ശരിയാവുന്നുണ്ട്. അയിൻ ഇൽമ. ആ ആ ആ فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. أيوة. فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. رحمة من أرض رحمة من عندنا وعلمناه من لدنا علما. ശരി. അവർക്ക് ഇത് ഗാംബി ഗുന്നൻ്റെ സമയത്തൊക്കെ റഹ്മത്തമ്മിൻ മീമൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ചും മീമ് നൂന് വരുമ്പോഴൊക്കെ നേരെ ആ ലെറ്ററിലേക്കാണ് പോകുന്നത്. റഹ്മത്ത കഴിഞ്ഞ ഉടനെ മീമാണ്. മീമ് ആകുമ്പോൾ ചുണ്ട് പൂട്ടിയിട്ട് റഹ്മത്തമ്മിൻ റഹ്മത്തം അങ്ങനെ സാവകാശം മീമിലേക്ക് പോവല്ല. അപ്പോൾ ഒരു നൂനിനെ കുറച്ചിങ്ങനെ പറഞ്ഞിട്ടല്ലേ, അങ്ങനെയല്ല, പൂർണ്ണമായിട്ട് മീമിലേക്കാണ് പോകുന്നത്. അപ്പോൾ റഹ്മത്ത കഴിഞ്ഞാൽ പിന്നെ ചുണ്ട് പൂട്ടണം. റഹ്മത്തമ്മിൻ ഒരു പ്രശ്നം ചില ആളുകളിൽ റഹ്മത്തം അങ്ങനെ ആ സാവകാശം എടുക്കരുത്. റഹ്മത്തമ്മിൻ അങ്ങനെ മണിക്കാം. ആ മീമിനെ മണിക്കണം നേരെ മീമിലേക്ക്. റഹ്മത്ത
എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അവിടെ തെൻവീനിൻ്റെ നൂനിൻ്റെ എന്താ ഒന്നുമില്ല. റഹ്മത്തമ്മി നേരെ മീമിലേക്ക് പോകുന്നുണ്ട്. റഹ്മത്ത ആ മീമിന് തന്നെയാണ് മണിക്കേണ്ടത്. അവിടെ മീമേ ഉള്ളൂ. റഹ്മത്തം ലയിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നൂനിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവരുത്. റഹ്മത്തം ഇവിടെ ഇത് പ്രത്യേകിച്ച് നൂനിൻ്റെ മീമിൻ്റെ വിഷയത്തിൽ മാത്രം. ഇത് കാമ്പുന്നതിൽ മീമും നൂനും മറ്റേ വാവും യാവും അതിൽ ചെറിയൊരു നൂനിൻ്റെ അംശമുണ്ട്. ആ സെയിം തന്നെ. അവിടെ നൂന് ലാമിലേക്ക് ലയിപ്പിച്ചു. ആ മണിക്കുന്നില്ല, ലയിപ്പിക്കുക. അതെ അതെ. ആ ആ ആ ആ ആ മറക്കുക എന്നുള്ളത് ഇദ്ഗാമാണ്. ഇത് കൂട്ടിച്ചേർക്കുക എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമാവണില്ല ശരിക്കും. ആ കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും അവിടെ ഉണ്ടല്ലോ. രണ്ട് കയറുകൾ കൂട്ടിച്ചേർക്കുക എന്ന് പറയുമ്പോൾ രണ്ട് കയറും അവിടെ ഉണ്ട്. പഞ്ചസാര വെള്ളത്തിലേക്ക് ലയിപ്പിക്കുക പറഞ്ഞാൽ പിന്നെ പഞ്ചസാര അവിടെ കാണൂല. 66 അല്ലേ. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا. تعلمني. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا. قال വീണ്ടും قال എന്നുണ്ട്. قال ഇസ്തിഅലാ ലഹു മൂസ. അവിടെ ഒരു മദ്ദ് അസ്ലി ഉണ്ട് അല്ലേ. ലഹു ആ ഒരു വാവിൻ്റെ ചിഹ്നം. ആ ലഹു മൂസ. അതെന്തായിരുന്നു ആ ചെറിയ രൂപത്തിൽ വാവിട്ടാൽ അതിന് പറയാ? ലഹു എന്നുള്ളിടത്ത് ഒരു വാവിട്ടുണ്ടല്ലോ ചെറുതായിട്ട്. അങ്ങനെ ഇടുന്ന മദ്ദുകൾക്ക് ഒരു പേരുണ്ടായിരുന്നല്ലോ, പറഞ്ഞിരുന്നു. അതൊരു മദ് തന്നെയാണ്. ആ അതെ, ആ യാ ഉണ്ടാവും. മദ്ദു അസ്ലിയാണ്, ഒരു അലിഫിൻ്റെ നീട്ടലാണ്. നീട്ടൽ അതൊക്കെ തന്നെയാണ്. അതിൻ്റെ ഒരു പേരുണ്ടായിരുന്നു. ഈ രണ്ട് ഒന്ന് ചെറിയ രൂപത്തിൽ വാവ് ഉണ്ടാവും, ചെറിയ രൂപത്തിൽ യാ ഉണ്ടാവും. ഈ ഹാഇന് ശേഷം മാത്രമേ അത് വരുള്ളൂ. ഹാ ഉദ്ദമീറിന് ശേഷം മാത്രമേ വരുള്ളൂ. പ്രോനൗൺ ഉണ്ടല്ലോ ലഹു, ഹിസ് എന്നുള്ള രൂപത്തിന് ശേഷം മാത്രമേ അത് വരുള്ളൂ. അല്ലെങ്കിൽ ബിഹി എന്നുള്ളതിന് ശേഷം മാത്രമേ വരുള്ളൂ. അത് എന്താ മദ്ദുസില എന്നായിരുന്നു അതിൻ്റെ പേര്. അതിന് ശേഷം അടുത്ത അക്ഷരം ഹംസയാണെന്നുണ്ടെങ്കിൽ അത് മദ്ദുസില കുബറയാവും. ലഹൂ എന്ന് കിട്ടേണ്ടി വരും അടുത്ത ഹംസയാണെങ്കിൽ. ഇവിടെ ഹംസയല്ല, അതുകൊണ്ട് ചെറിയ സില. قال له موسى هل أتبعك على എന്താ മദ് മുൻഫസിലാണ്. അല എന്നുള്ളൊരു വാക്കും അൻ എന്നുള്ള അടുത്ത വാക്കും. തുഅല്ലിമനി ഇഖ്ഫ ഉണ്ട് അവിടെ. അത് നൂനിനെ മറച്ച് മണിക്കാനുണ്ട് അവ്യക്തമാക്കിയിട്ട്. തുഅല്ലിമനി മിമ്മ ഉല്ലിംത. മിമ്മ എന്നുള്ള മീമിന് ഷദ് മണിക്കാനുണ്ട്. ഹംസ വന്നാൽ മദ് മുൻഫസിലാവും. മദ് മുൻഫസിലിൻ്റെ ഡെഫിനിഷനിൽ മദ്ദിൻ്റെ ഹർഫിന് ശേഷം ഹംസ വന്നാലെന്നാ. മദ്ദിൻ്റെ ഹർഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അലിഫ് വാവ് യാ ആണ് കൂട്ടുക. അതിലിതുണ്ട്, മദ് സിലിയുണ്ട്. മദ് സിലയും മദ്ദിൻ്റെ ഹർഫാണ്. അല്ലംനാഹു മിമ്മ അല്ലിംത റുഷ്ദ.
എന്നുള്ളത് തഫഷി, ഷീനിന് മാത്രമുള്ളൊരു നിയമമാണ് തഫഷി. അങ്ങനെ വായിൽ കാറ്റിങ്ങനെ എന്താ കറക്കണം എന്നുള്ളത്. റുഷ് റുഷ് ദ റുഷ് ദ അഷ് അവിടെ എന്താ ചെയ്യണം, റുഷ് റുഷ് ദ അത്ര പോരാ, റുഷ് ദ റുഷ് ദ മിമ്മ ഉല്ലിംത റുഷ്ദ. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا. رشدا. ആകെ ഒരു നീട്ടലും 2 മണിക്കലും ഒക്കെ ഉള്ളു അല്ലേ. ചെറിയ ആയത്തുകളാണ്. ഓക്കെ, ആ അതെ അതെ, വേറെ കൂടുതൽ നിയമങ്ങളോ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഓക്കെ, ഒതുക്കോളി. എനിക്കൊരു ഹെവിനെസ് വരുന്നുണ്ടല്ലോ. അത്തബിഉക അല. علمت تعلمني ശരി. رشدا رشدا. alright. تعلمني تعلمني നീട്ടലേ പറ്റില്ല. തുഅല്ലിമനി മിം പെട്ടെന്ന് പറയണം. അവിടെ തുഅല്ലിമനി ആ ആ ഒന്നുകൂടെ. തുഅല്ലിമനി മിമ്മ. അയ്യോ, അയിനും ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഓതുമ്പോൾ റെഡിയാണ്. മറന്നുകൊണ്ട് ഇടയ്ക്ക്. ക്ലിയർ. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا. ഒന്നുകൂടെ ഹെവി ആക്കാനുണ്ട്. ലഹു മൂസ ലഹു മൂസ. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا. تعلمني അവിടെ ഒന്നുകൂടെ.
നീന് നീട്ടൽ വേണ്ട. തുഅല്ലിമനി മിം, അല്ല അവിടെ ചെറിയൊരു യാ ഉള്ള പോലെയാണ് ഓതുന്നത്. തുഅല്ലിമനി മിമ്മ. ഒന്നുകൂടെ. അല്ല, തുഅല്ലിമനി എന്നാവുന്നുണ്ട്. ആ, ക്ലിയറാ. ഒരായത്തും കൂടെ എടുക്കാം അല്ലേ? ചെറിയ ആയത്ത. قال إنك لن تستطيع معي صبرا. താവും താവും തമ്മിൽ നല്ല വ്യത്യാസം വേണം കേട്ടോ. തസ്തതീഅ തസ്തതീഅ. ആ, തസ്ത രണ്ടും താ, പിന്നെ ത തി തി തീഅ. تستطيع معي صبرا. قال إنك لن تستطيع معي صبرا. അവിടെ ഒരു ത്വാ ഉണ്ടായതുകൊണ്ട് ബാക്കത്തെ താ ഒക്കെ ത്വാ ആവരുത്. അതൊക്കെ ഇസ്തിഫാലിന്റെ അക്ഷരങ്ങൾ. തസ്ത തസ്ത പിന്നെ മാറ്റിയാൽ മതി. ത്വ തസ്തതീഅ തസ്തതീഅ മഅയ തസ്തതീഅ മഅയ സബ്റാ. സബ്റാ. ബാഇന് ഖൽഖലുണ്ട്. ഇന്നക്ക എന്നിടത്ത് മണിക്കാനുണ്ട്. ഖാല ഇസ്തിഅലാ. മഈ എന്നല്ല, മഅയ മഅയ. യാഇന് അവിടെ ഫത്ഹ് ഉണ്ട്. മഅയ. അതല്ല അല്ലേ? ഓതിക്കോളി. അയ്യോ കണ്ടോട്ടെ. صابر صابرا. قال إنك لن تستطيع معي صبرا. قال إنك لن تستطيع معي صبرا. കുറച്ച് കൂടുതൽ സബറ, കുറച്ച് കൂടുതൽ നീട്ടിയ സബറ. വേണ്ട സിമ്പിളാക്കിയിട്ട് ഇസ്തിഫാല്. അല്ല, നിങ്ങൾ ത്വാന്നാ പറയണതില്ല. അല്ല, ഓക്കെ, ഒന്നുകൂടെ ഓതിക്കോളെ. ഓക്കെ. معي مو أنا مو تستطيع معي معي. قال إنك لن تستطيع معي صبرا. صبرا. 67-ാമത്തെ ആയത്ത. قال إنك لن تستطيع معي صبرا. അയ്യോ ക്ലിയർ. കൂടുതലും ഐനുകളാണ് ഇതിൽ അല്ലേ? ആയത്തുകളിലൊക്കെ ഐനുള്ളത്. അവസാനത്തെ അക്ഷരാണ് യാ എന്നുണ്ടെങ്കിൽ പുള്ളി ഇടൂല. അങ്ങനെയാണ് ഇതിലുള്ളത്. അവന് ഫത്ത്ഹ് ഉണ്ടോ നോക്കിയാൽ മതി. ഫത്ത്ഹ് ഉണ്ടെങ്കിൽ പറയണം, അല്ലെങ്കിൽ പറയണ്ട. അല
എന്നായിരിക്കും. മുഖ്യനല്ല. അപ്പോൾ 67 ആയത്തുകളാണ് കഴിഞ്ഞത്. ഇന്നെടുത്തത് എത്ര ആയത്തുകളായപ്പോൾ? കൂടുതൽ ആയത്തുകൾ എടുത്തില്ലേ? 4 ആയത്തെടുത്തു. 64-ാമത്തെ ആയത്ത് മുതൽ എല്ലാവരും ഒന്നിച്ചോതാ. ഖാല ദാലിക മുതൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ദാലിക മാ കുന്നാ നബ്ഗ് فارتدا على آثارهما قصصا فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا قال إنك لن تستطيع معي صبرا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.